താമരയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ആ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോവുക. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ചൂടുള്ള വാർത്തകളുമായി ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക് കടക്കുകയാണ്. പാലക്കാട്ടേക്ക് നമുക്കൊന്ന് പോകാം. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചെന്താമരയെ പിടികൂടാനാവാതെ പോലീസ്. കൃത്യത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയെന്ന് കരുതുന്ന വനത്തിനുള്ളിൽ ഇന്നും വ്യാപക തെരച്ചിൽ നടത്തുകയാണ്. നേരത്തെ ഈ ചെന്താമര സജിനിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇതേ ഭാഗത്തേക്കാണ് പോയത്. നെല്ലിയാമ്പതി താഴ്വരയുടെ ഭാഗത്ത് ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. പക്ഷേ ഈ ചെന്താമരയ്ക്കൊരു കുഴപ്പമുണ്ട്. ചെന്താമരയ്ക്ക് ഭക്ഷണത്തോട് ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ ഭക്ഷണം കുറച്ചു നേരം കിട്ടിയില്ലെങ്കിൽ ചെന്താമരയ്ക്ക് പ്രശ്നമാവും. അപ്പോൾ ഭക്ഷണം കിട്ടുന്ന ബന്ധുവീടുകളിലേക്ക് പെട്ടെന്ന് ചെന്താമര വന്ന് വളരെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുന്നതായിരുന്നു രീതി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ് ഈ കഴിഞ്ഞ 2019 കൊലപാതകത്തിന് ശേഷം പോലീസ് ചെന്താമരയെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഭക്ഷണപ്രിയനായ ചെന്താമര തിരിച്ച് വീട്ടിലേക്ക് വരും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും ബന്ധുവീടുകളിൽ ഭക്ഷണം കിട്ടുന്ന ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെന്താമര വരാതിരിക്കില്ല. കാടിനുള്ളിൽ അങ്ങനെ നിത്യവും കഴിയാനൊന്നും ചെന്താമരയ്ക്ക് കഴിയില്ല. പക്ഷേ തമിഴ്നാട്ടിലും ഒരു ബന്ധുവീടുണ്ട്. അവിടെയും തെരച്ചിൽ നടത്തിയെങ്കിലും ചെന്താമരയെ നിലവിൽ കണ്ടെത്താനായിട്ടില്ല. കൊല്ലപ്പെട്ട സുധാകരൻ്റെയും അമ്മ ലക്ഷ്മിയുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. അതേസമയം പ്രതിക്കെതിരെ പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാരോപിച്ച് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇന്ന് മാർച്ചും നടത്തും. മുബഷിർ അക്ബർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇക്ബാൽ അറക്കലും നമുക്കൊപ്പം ഉണ്ടാവും. ആദ്യം ഞാൻ മുബഷിർ അക്ബറിലേക്ക് പോകാം. ചെന്താമരയുടെ വിവരങ്ങൾ എന്തായി എന്ന് നമുക്ക് അന്വേഷിക്കാം. ഗുഡ് മോർണിംഗ് മുബഷിർ. ഗുഡ് മോർണിംഗ് ഇക്ബാൽ. ചെന്താമരയെ തേടി പോലീസ് പരക്കം പായുകയാണ്. കാട്ടിനുള്ളിൽ കയറി. പക്ഷേ കാട് വഴി എങ്ങോട്ട് പോയി എന്നുള്ളതാണ് പോലീസ് ഇപ്പോഴും അന്വേഷിക്കുന്നത്. ഈ ചെന്താമരയുടെ വീട്ടിൽ പോലീസ് തെരച്ചിൽ നടത്തിയ സമയത്തൊരു വിഷക്കുപ്പി കണ്ടെത്തിയിരുന്നു. ഏറെക്കുറെ കാലിയായ വിഷക്കുപ്പിയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ പോലീസ്? കാരണം രണ്ടുപേരെ കൂടി വെട്ടിക്കൊലപ്പെടുത്തി, ഇനിയും രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തുമെന്നൊക്കെ പറയുമ്പോഴും ആ കൊലപാതകം നടത്തിയ ചെന്താമരയ്ക്ക് ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ആ കാട് മുഴുവൻ അരിച്ചു മറിക്കേണ്ടി വരും. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തി. തമിഴ്നാട്ടിലും ഒരു പോലീസ് സംഘം പോയിരുന്നു. എന്തെങ്കിലും സൂചനകൾ കിട്ടിയോ മുബഷിർ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നിലവിൽ ചെന്താമരയുടെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കേസിലെ പ്രതിയായിട്ടുള്ള ചെന്താമരയെ പിടികൂടുമെന്നൊരു അവകാശവാദം പോലീസ് ഉന്നയിച്ചിരുന്നു. ആലത്തിയൂർ ഡിവൈഎസ്പി ഒക്കെ തന്നെ പറഞ്ഞിരുന്നത് നെന്മാറ നഗരത്തിൽ വെച്ച് ചെന്താമരയെ ചില ആളുകൾ കണ്ടതായിട്ടുള്ള വിവരമുണ്ട്. സ്വാഭാവികമായിട്ടും രാത്രിയോടുകൂടി തന്നെ പിടികൂടും, അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെയായിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി അരുൺകുമാർ ചോദിച്ച വിഷക്കുപ്പിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഇന്നലെ ചെന്താമരയുടെ വീട്ടിൽ പരിശോധന നടത്തിയ സമയത്താണ് അവിടെ നിന്നും ഒരു ഒഴിഞ്ഞ പുതിയ വിഷക്കുപ്പി കണ്ടെത്തുന്നത്. കരാട്ട എന്ന പേരുള്ള ഒരു വിഷക്കുപ്പിയിൽ വിഷപദാർത്ഥങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത് ചെന്താമര കുടിച്ചതാണോ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമായി ഉയർന്നിരുന്നു. പക്ഷേ പോലീസ് അത് മനസ്സിലാക്കുന്നത് കേസ് വഴിതിരിച്ചുവിടാൻ അതിവിദഗ്ധമായി ചെന്താമര തന്നെ ഒരുക്കിയൊരു കെണിയായിരുന്നു അത് എന്നുള്ളതാണ്. കാരണം 2019 സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം സമാനമായ രീതിയിൽ തന്ത്രങ്ങൾ ഇദ്ദേഹം മെനഞ്ഞിരുന്നു എന്നുള്ളതാണ് പോലീസ് അന്ന് കണ്ടെത്തിയിരുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു സമയത്ത് കേസും വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ഇയാളുടെ വീട്ടിൽ നിന്നും ഈ ഒരു വിഷക്കുപ്പി കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. സമാനമായ സാഹചര്യത്തിൽ നേരത്തെയും അവിടെ നിന്നും 2019 കൊലപാതകത്തിൽ കുപ്പി കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ കൊലപാതകത്തിന് ശേഷം 1.5 കിലോമീറ്റർ മുകളിലുള്ള സഹോദരനായ രാധയുടെ വീട്ടിലെത്തി കുളിച്ചതിനു ശേഷമാണ് ഇയാൾ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് കടന്നു കളഞ്ഞത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിലായിരുന്നു രാധയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അയാൾ ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ്. രാധയെ കൂട്ടിയാണ് പോലീസ് നിലവിൽ തിരുപ്പൂരിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിൽ ഇയാളെ പിടികൂടാൻ സാധിക്കുമോ എന്നൊരു കാര്യം പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ആലത്തിയൂർ ഡിവൈഎസ്പിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് തിരുപ്പൂരിൽ ഏറെക്കാലം ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു. ചെന്താമര ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് തിരുപ്പൂർ കേന്ദ്രീകരിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇക്കഴിഞ്ഞ 29-ാം തീയതി, അതായത് മരിച്ച സുധാകരന്റെ മകളായിട്ടുള്ള അഖില പോലീസിൽ പരാതി നൽകിയതിന് തൊട്ട് പിന്നാലെ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്താമരയെ വിളിച്ചു വരുത്തുന്നുണ്ട്. അതിനെ തുടർന്ന് ചെന്താമര പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് ഇൻസ്പെക്ടറുമായി സംസാരിച്ച ഘട്ടത്തിൽ ഇനി ആരും നാട്ടിലേക്ക് പോത്തുണ്ടി ബോയൻ നഗർ മേഖലയിലേക്ക് തിരിച്ചു പോകുന്നില്ല, അവിടെയുള്ള ആളുകളുടെ പരാതി പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു ദ്രോഹവും അവിടെയുള്ള ആളുകൾക്ക് തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് പോലീസിന് ഉറപ്പു നൽകിയതിനു ശേഷം ഈ തിരുപ്പൂർ മേഖലയിലേക്കാണ് പോയിട്ടുള്ളത്. ഏറെക്കാലം അവിടെ പ്രവർത്തിച്ചതിനു ശേഷം പോലീസ് പോലും അറിയാതെ, അല്ലെങ്കിൽ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് തന്നെ പോത്തുണ്ടി മേഖലയിലേക്ക് തിരിച്ചെത്തി ആസൂത്രിതമായ കൊലപാതകത്തിന് വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിക്കുക എന്നുള്ളതാണ് പോലീസ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഇക്ബാൽ പറയുന്നത് തിരുപ്പൂരിൽ നിന്ന് ചെന്താമരയെ കണ്ടെത്താനാകാതെ പോലീസ് സംഘം മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു കുളത്തിൻ്റെ അടുത്തോ മറ്റോ പോലീസ് നായ എത്തിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി കിട്ടുന്നുണ്ട്. മുബഷിർ തുടരണം. ഞാനൊന്ന് ഇക്ബാലിലേക്ക് പോയി വരാം. പാലക്കാട്ടും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ